മത്സരാർത്ഥികൾക്കൊപ്പം ഓരോ കലോത്സവവും കളറാക്കുന്നത് കാഴ്ചക്കാർ തന്നെയാണ്. കലോത്സവത്തിലെ വിവിധ തരത്തിലുള്ള കാഴ്ചക്കാരെ കാണാമിനി. ഓരോരുത്തരും കല ആസ്വദിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. കലോത്സവത്തിൽ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള കല ആസ്വാദകരെ കാണാൻ സാധിക്കും. പ്രധാന വേദിയിൽ നിന്നും അത്തരത്തിൽ ചില കാഴ്ചകളിലേക്ക്. സദസ്സിന്റെ മുൻവശത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്നത് മുഴുവൻ മുതിർന്നവർ. കുട്ടികളും യുവാക്കളും പിന്നിൽ. മോഹിനിയാട്ടത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ നിറഞ്ഞിരുന്ന സദസ്സ് മെല്ലെ കാലിയാവാൻ തുടങ്ങി. എങ്കിലും താളം പിടിച്ച് പാട്ടിനൊപ്പം ചുവടുകളിൽ ലയിച്ച് മുതിർന്ന ആസ്വാദകർ. കുറച്ചേരെ അയാൾ വന്നിട്ട്, പക്ഷേ കുട്ടികളെ നന്നായിട്ടുണ്ട്, കൊച്ചു നന്നായിട്ട് കളിച്ചു. കണ്ണിമ വെട്ടാതെ ഇരിക്കുന്ന ചിലർ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവർ. അതിമനോഹരമായ സംഘാടനത്തിലും അവതരണത്തിലുമൊക്കെ വളരെ മനോഹരമായ കലോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോഹിനിയാട്ടം വളരെ മനോഹരം, എല്ലാം ഒന്നാം തരമാണ്. സ്റ്റേറ്റ് തലത്തിൽ 14 ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ഒന്നാം സ്ഥാനക്കാർക്ക് പുറമേ അപ്പീൽ കൂടി വന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ആസ്വാദ്യകരമായ രീതിയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സദസ്സിന്റെ ആദ്യ പകുതിയിൽ നിന്ന് പുറകിലേക്ക് ഇതല്ല കാഴ്ച. ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്തെങ്കിലും തിരിയുമോന്നറിയാൻ കഷ്ടപ്പെടുന്നവർ. വട്ടം കൂടിയിരുന്ന് കളി പറയുന്നവർ. കലോത്സവ നഗരിയിലെ ചൂടും വെയിലുമേറ്റ് തളർന്നുറങ്ങുന്നവർ. സംഭവത്തെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ലെങ്കിലും നാട്ടിൽ നടക്കുന്ന കലോത്സവം കളറാക്കാൻ വന്നവർ. കൊല്ലംകാർക്ക് ഏറ്റവും വലിയൊരു അഭിമാനം ഇത് വന്ന കലോത്സവം വന്ന് നമുക്ക് കൊല്ലംകാർക്ക് ഒരു അഭിമാനമായില്ലേ. എന്നിരുന്നാലും കൊല്ലംകാർ ഉഷാറാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ PL മനോജിനൊപ്പം ലിഡിയ ജേക്കബ്, ടീം മീഡിയ 1.